എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പമാണ്. കുക്കറിൽ വെച്ചിട്ടാണ് ഇന്ന് കലത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കറിൽ കലത്തപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരി അഥവാ ഒരു ഗ്ലാസ് മീഡിയം സൈസിലുള്ള ഗ്ലാസ് നിറയെ അരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം ഊറ്റിയെടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് ആ ഒരു കപ്പ് അരി ഇട്ടെടുക്കാം. ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ ചോറാണ് ഞാൻ ഇട്ടെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിലാണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നത്. നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി. 1 കപ്പ് നിറയെ ഒഴിച്ചെടുക്കണ്ട. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഈ ശർക്കര ഇതിലേക്ക് മധുരം പാകമാണ്. ഇനി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 അച്ച് ശർക്കരയും കൂടി ചേർക്കാം. ഇതൊന്ന് പെട്ടെന്ന് ഉരുകി വരാൻ വേണ്ടി പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കരയൊക്കെ നല്ല ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് ഒഴിച്ചെടുത്ത ഉടനെ തന്നെ മാവ് നന്നാക്കി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് വെന്തു പോകും. ഇതിലേക്ക് ഒരു നുള്ള് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട, ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നാക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും ഉള്ളിയും വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. അതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല. കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുവെച്ചെങ്കിൽ കൂടുതൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് കോരി മാറ്റാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിൽ നമ്മൾ ആദ്യം എണ്ണ ഒന്ന് തടവി കൊടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗത്തും താഴേക്കായിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക. ഇത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലുള്ള എണ്ണ മുഴുവനായിട്ട് ഇപ്പോൾ തന്നെ അടിയിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ബാക്കിയുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ടെടുക്കാം. ഇപ്പോഴും ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ മാത്രം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ വിസിൽ ഊരിയിട്ടാണ് വെച്ചിട്ടുള്ളത്. സ്റ്റീലിൻ്റെ കുക്കറാണ് എടുക്കുന്നതെങ്കിൽ കേട് വന്ന് ഫ്രൈ പാൻ എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് നല്ല ചൂടാക്കിയതിന് ശേഷം അതിന് മുകളിലായിട്ട് കുക്കർ വെച്ചെടുത്താൽ മതി. ഇത് അലുമിനിയത്തിൻ്റെ കുക്കർ ആയതുകൊണ്ട് അതൊന്നും വെച്ചെടുക്കണില്ല. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിടാം. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം ഇതിനുള്ളിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ അത് ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ അരികൊക്കെ ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്